എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ എസ്സേ ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇബ്ൻ ബത്തൂത്ത ഇദ്ദേഹവുമായ വിവരങ്ങൾ വിലയിരുത്തുക എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. നമുക്ക് 4-ാമത്തെ അധ്യായവുമായി ബന്ധപ്പെട്ട് സഞ്ചാരികളുടെ കാഴ്ചകളിലൂടെ എന്ന് പറയുന്ന 4-ാമത്തെ അധ്യായവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണത്. ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും 3 സഞ്ചാരികളെക്കുറിച്ചാണ് നമുക്ക് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഇബ്ൻ ബത്തൂത്ത. ഇവിടെ എസ്സേ ആയതുകൊണ്ട് 8 മാർക്കിൻ്റെ ചോദ്യമായതുകൊണ്ട് നേരിട്ട് ഉത്തരത്തിലേക്ക് പ്രവേശിക്കാതെ ആദ്യം ഇതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടതുണ്ട്. ഒരു ആമുഖമായിട്ട് ഏകദേശം ഒരു പാരഗ്രാഫോളം എന്താണ് ഈ എസ്സേയിൽ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ഇബ്ൻ ബത്തൂത്തയുടെ ആദ്യകാല ജീവിതം മുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി തുടങ്ങാം. അദ്ദേഹം മൊറോക്കോക്കാരനായിരുന്ന ഇബ്ൻ ബത്തൂത്ത സഞ്ചാരത്തിൽ വളരെ പ്രിയങ്കരനായിരുന്നു. അദ്ദേഹം 22-ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ലോക സഞ്ചാരം ആരംഭിച്ചിരുന്നു. റിഹ്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. റിഹ്ല എന്ന് പറയുന്നത് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരുപാട് രാജ്യങ്ങളിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തിരുന്നു. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു 4-5 വരികൾ ഒരു എസ്സേയുടെ ഇൻട്രൊഡക്ഷനായിട്ട് നൽകേണ്ടതുണ്ട്. അപ്പോൾ എന്താണോ എസ്സേക്ക് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നൽകിയതിന് മാത്രം നേരിട്ട് ഉത്തരത്തിലേക്ക് പ്രവേശിച്ചാൽ മതി. പിന്നീട് നമുക്ക് തന്നിരിക്കുന്ന പോയിന്റുകൾ പരിശോധിക്കണം. ആ പോയിന്റുകൾ സൂചനകൾ, ഈ സൂചനകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ ഉത്തരം എഴുതേണ്ടത്. ആദ്യം നമ്മൾ പറഞ്ഞു ഇബ്ൻ ബത്തൂത്തയെക്കുറിച്ച് എന്ത് ചെയ്യുന്നു, ഒരു പാരഗ്രാഫ് നമ്മൾ എഴുതുന്നു. ഇബ്ൻ ബത്തൂത്ത ജനിച്ചത് എവിടെയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട സഞ്ചാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യം മൊറോക്കയാണ്. റിഹ്ല ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ സഞ്ചാരകൃതിയിൽ നോക്കിയിട്ട് നമുക്ക് ഇന്ത്യയുടെ ചരിത്രം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം പിന്നീട് എന്താണോ നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തേത് ഇബ്ൻ ബത്തൂത്തയും അപരിചിതത്വത്തിൻ്റെ ആകാംക്ഷയുമെന്നാണ്. അദ്ദേഹം പുതുതായിട്ട് ഒരു നാട്ടിലേക്ക് വരികയാണ്, മറ്റ് പരിചയമില്ലാത്തൊരു നാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിനുണ്ടായ ആ ഒരു അപരിചിതത്വം, അറിയാത്ത പുതിയ നാട്, അവിടുത്തെ ആചാരങ്ങൾ, അവിടുത്തെ വിശ്വാസങ്ങൾ എന്തെല്ലാം വ്യത്യസ്തമാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ആകാംക്ഷയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യമായിട്ട് പ്രതിപാദിക്കേണ്ടത്. അവിടെ നമുക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അദ്ദേഹത്തിന് പരിചിതമില്ലാത്ത വസ്തുക്കളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് 2 കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് പറയുന്നത്. ഒന്ന് നാളികേരം, വെറ്റില. അത് രണ്ടും എന്ത് ചെയ്യുന്നു, വളരെ അപരിചിതമായ ഒരു വസ്തുവാണെന്ന് ഇബ്ൻ ബത്തൂത്ത സാക്ഷ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിലുള്ള വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിക്കുകയും അവിടെ കണ്ട കാര്യങ്ങളും പ്രത്യേകതകളും അദ്ദേഹം കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെച്ച ഒരു കാര്യമാണ് നാളികേരവും വെറ്റിലയും. അതിന് ഇബ്ൻ ബത്തൂത്ത എങ്ങനെയാണ് പരാമർശിക്കുന്നത്, തൻ്റെ വായനക്കാർക്ക് തീർത്തും അപരിചിതമായ നാളികേരവും വെറ്റിലയും ഇബ്ൻ ബത്തൂത്ത ഇവിടെ പരിചയപ്പെടുത്തുന്നു. അതായത് അദ്ദേഹത്തെ നാട്ടുകാർക്ക് എന്തല്ല, ഈ ഒരു വസ്തു അല്ലെങ്കിൽ നാളികേരം വെറ്റില എന്ന് പറയുന്ന 2 വസ്തു വളരെ അപരിചിതമാണ്, പരിചയമല്ലാത്ത 2 വസ്തുക്കളാണ്. അതുപോലെ ഇന്ത്യൻ പട്ടണങ്ങളെക്കുറിച്ച് ഇബ്ൻ ബത്തൂത്തയുടെ വിശേഷണങ്ങൾ. ഇന്ത്യൻ പട്ടണങ്ങൾ വളരെ എന്ത് ചെയ്യുന്നു, അപാരമായ സാധ്യതകൾ നൽകുന്ന പട്ടണങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായത്. നൈപുണ്യമുള്ളവർക്ക് വളരെ കൂടുതലായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്ന പട്ടണങ്ങളാണ്. വളരെ അടുത്ത് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന പട്ടണങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. വളരെ സമൃദ്ധമായ പട്ടണങ്ങൾ, ജനനിബിഡമായ തെരുവുകൾ, ആകർഷകമായ ചിന്തകൾ, വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ ഇബ്ൻ ബത്തൂത്ത എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ പട്ടണങ്ങൾ എന്നുള്ള ഭാഗത്ത് എന്ത് ചെയ്യുന്നു, പരാമർശിക്കുന്നു. അവിടെ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പട്ടണമായിട്ട് അദ്ദേഹം ഡൽഹിയാണ് കണക്കാക്കുന്നത്. ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള ഒരു പട്ടണമായിരുന്നു ഡൽഹി. അതിന് തുല്യമായ മറ്റൊരു പട്ടണമാണ് ദൗലത്താബാദ്. അത് രണ്ടുമാണ് പ്രധാനമായിട്ട് അദ്ദേഹം പറയുന്ന പട്ടണങ്ങൾ. രണ്ടാമതായിട്ട് നോക്കുക, ഇന്ത്യൻ നഗരങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം. അവിടെ നമുക്ക് ഡൽഹിയെ പരാമർശിക്കാം. ഇന്ത്യൻ നഗരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് ഡൽഹി. ജനസംഖ്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരമാണ് ഡൽഹി. പിന്നീട് അവിടെ പറയുന്നത് ഈ പട്ടണങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യയിലെ നഗരങ്ങളെ അദ്ദേഹം എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. ഇബ്ൻ ബത്തൂത്തയും ഇന്ത്യൻ നഗരം. അപ്പോൾ ഇതെന്താണ്, 2-ാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ ഇതിന് 2-ാമത്തെ ഒരു ഹെഡിങ് ആയിട്ട് കൊടുക്കുക. ആദ്യത്തെ ഹെഡിങ് ഇബ്ൻ ബത്തൂത്തയും അപരിചിതത്വം എന്നുള്ള ആകാംക്ഷ എന്നുള്ള 1-ാമത്തെ ഹെഡിങ്. 2-ാമത്തെ ഹെഡിങ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ നഗരങ്ങളും ഇബ്ൻ ബത്തൂത്തയും, അല്ലെങ്കിൽ ഇന്ത്യൻ നഗരങ്ങൾ എങ്ങനെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതായത് ഇവിടെ സാമ്പത്തിക വിനിമയത്തിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു, സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്നു, പള്ളികളുടെയും അമ്പലങ്ങളുടെയും സാമീപ്യം നഗരങ്ങളിൽ, പട്ടണങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വിവിധ കലാകാരന്മാർക്ക്, സംഗീതജ്ഞർ, ഗായകർ, നർത്തകർ തുടങ്ങിയവർക്ക് അവരുടെ കലാപരിപാടികൾ നടത്താനുള്ള ഒരു വേദി കൂടിയായിട്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് ഇതിനെ കാണാൻ പറ്റുന്നുണ്ട്. ഇന്ത്യൻ നഗരങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിശേഷണം ഇന്ത്യൻ നഗരങ്ങൾക്ക് ആര് നൽകുന്നുണ്ട്, ഇബ്ൻ ബത്തൂത്ത നൽകുന്നുണ്ട്. ഇബ്ൻ ബത്തൂത്ത ഇന്ത്യൻ നഗരങ്ങൾ എങ്ങനെയാണ് വിശേഷിക്കുന്നത്.
അപ്പോൾ അവിടെ നമുക്ക് രണ്ടാമത്തെ ഹെഡിങ്ങായിട്ട് അങ്ങനെ കൊടുക്കണം. ഓരോ പോയിന്റുകളും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഹെഡിങ്ങുകളാക്കിയിട്ട് വേണം എസ്സേ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട്. പരമാവധി നിങ്ങൾക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും ആ എസ്സേയിൽ ഉൾപ്പെടുത്തുകയും വേണം. മൂന്നാമത് കച്ചവടവും വാണിജ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ. കച്ചവടവും വാണിജ്യമായിട്ട് എന്ത് ചെയ്യുന്നു, അദ്ദേഹം നിരീക്ഷണങ്ങൾ നടത്തുന്നു. ഏഷ്യയിൽ തന്നെ ഏറ്റവും മികച്ച ഒരു കച്ചവട മേഖലയായിരുന്നു ഇന്ത്യ. കച്ചവടവും വാണിജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് മേഖലകൾ ഇന്ത്യയിലുണ്ടായിരുന്നു. പരുത്തി, മസ്ലിൻ, പട്ട്, ബ്രോക്കോഡ്, സാറ്റിൻ ഇങ്ങനെയുള്ള വിവിധ വസ്തുക്കളുടെ കച്ചവടം ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായതായിട്ട് ഇബ്നു ബത്തൂത്ത സാക്ഷ്യപ്പെടുത്തുന്നു. അതുമൂലം കച്ചവടക്കാർക്കും കരകൗശല നിർമ്മാണങ്ങൾക്കും വലിയ രീതിയിലുള്ള ലാഭങ്ങൾ ലഭിച്ചിരുന്നു. ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു, ഇബ്നു ബത്തൂത്ത പ്രധാനമായിട്ട് നമുക്ക് നൽകുന്ന വിവരങ്ങളാണ്. പടിഞ്ഞാറൻ ഏഷ്യയിലെയും തെക്ക് കിഴക്കൻ ഏഷ്യയിലെയും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളിലെ വർദ്ധിച്ച ആവശ്യകത. ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ ആവശ്യക്കാർ ഉണ്ടായതായിട്ട് അദ്ദേഹം ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ കച്ചവടപാതയിൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, സത്രങ്ങളുണ്ടായിരുന്നു, അതിഥി മന്ദിരങ്ങളുണ്ടായിരുന്നു, വാർത്താവിനിമയ സമ്പ്രദായം ഇന്ത്യയിൽ നിലനിന്നിരുന്നു. ഇങ്ങനെയുള്ള വാണിജ്യവുമായി ബന്ധപ്പെട്ട് ഇബ്നു ബത്തൂത്ത എന്ത് ചെയ്യുന്നു, വലിയ വിവരങ്ങൾ നൽകുന്നു. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു എസ്സേ എഴുതുന്ന സമയത്ത് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. രണ്ടാമതായിട്ട് ഇതിൽ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, ഓരോന്നിനും വ്യത്യസ്തമായ ഹെഡിങ്ങുകളായിട്ട് കൊടുക്കണം. മൂന്നാമതായിട്ട് പിന്നീട് ഈ 3 ഹെഡിങ്ങുകൾക്ക് ശേഷം അവസാനം നമ്മൾ അതിനൊരു കൺക്ലൂഷൻ കൊടുക്കണം. ഒരു നിഗമനമായിട്ട് ഇബ്നു ബത്തൂത്ത ഇങ്ങനെ വന്നിരുന്ന സഞ്ചാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയിലുണ്ടായിരുന്ന വിവിധ നഗരങ്ങളും വിവിധ പ്രത്യേകതകളെല്ലാം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നു. അദ്ദേഹം ഒരു സഞ്ചാരക്കാരൻ എന്നതിലുപരി ഇന്ത്യയുടെ തെളിവുകൾ നൽകുന്ന, ഇന്ത്യയുടെ പ്രാചീന കാലഘട്ടത്തിലെ തെളിവുകൾ നൽകുന്ന ഒരു പ്രധാന വ്യക്തിയായിട്ട് തന്നെ നമുക്ക് ഇബ്നു ബത്തൂത്തയെ കാണാൻ സാധിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് വേണം ഒരു എസ്സേ ചോദ്യം നമ്മൾ അവസാനിപ്പിക്കാനായിട്ട്. അപ്പോൾ അതാണ് ഒന്നാമത്തെ എസ്സേ ചോദ്യം, അല്ലെങ്കിൽ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി രണ്ടാമത്തെ എസ്സേ ചോദ്യം നോക്കാം. രണ്ടാമത്തത് തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സവിശേഷതകൾ വിവരിക്കുക. അപ്പോൾ അവിടെയും നമ്മൾ ആദ്യം പറയേണ്ടത് എന്ത് വേണം, ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കണം. എന്താണ് വിജയനഗര സാമ്രാജ്യം, എവിടെയാണ് അതുണ്ടായിരുന്നത്? നമുക്ക് പറയാം, തെക്കേ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഏറ്റവും ശക്തമായ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു വിജയനഗര സാമ്രാജ്യം. 4 സാമ്രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നതിനെയാണ് നമ്മൾ വിജയനഗര സാമ്രാജ്യം എന്ന് പറയുന്നത്. സംഗമ, സാലുവ, തുളുവ, അരവിഡു എന്ന് പറയുന്ന 4 വ്യത്യസ്തമായ സാമ്രാജ്യങ്ങൾ. ഹരിഹരനും ബുക്കനുമാണ് ഈ സാമ്രാജ്യങ്ങളുടെ സ്ഥാപകരായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം കൊടുക്കണം. പിന്നീട് വേണം നമുക്ക് തന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഉത്തരങ്ങൾ എഴുതാനായിട്ട്. നമുക്കിവിടെ ചോദിക്കുന്നത് കൃഷ്ണദേവരായരെ കുറിച്ചാണ്. വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രഗത്ഭനായ രാജാവായിരുന്നു കൃഷ്ണദേവരായർ. അദ്ദേഹം എന്ത് ചെയ്യുന്നു, സാമ്രാജ്യത്തിൻ്റെ വ്യാപനത്തിനും സാമ്രാജ്യത്തിൻ്റെ ഏകീകരണത്തിനുമൊക്കെ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെച്ച വ്യക്തിയായിരുന്നു കൃഷ്ണദേവരായർ. തുംഗഭദ്ര, കൃഷ്ണ നദികൾക്കിടയിലുള്ള റൈച്ചൂർ തടം അദ്ദേഹം പിടിച്ചെടുക്കുന്നു. അന്ന് ആ കാലഘട്ടത്തിലെ ഏറ്റവും ഫലഭൂഷ്ടിയായ പ്രദേശമായിരുന്നു റൈച്ചൂർ തടം. അതുപോലെ ഒറീസ കീഴടക്കി ബീജാപ്പൂർ സുൽത്താൻ അദ്ദേഹം പരാജയപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സൈനിക ശക്തിയായിട്ട് വിജയനഗരം മാറുന്നു. വളരെ വലിയ സൈനികമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്ന സമയത്തും രാജ്യത്ത് സമാധാനവും ഐശ്വര്യവും നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകതയായിട്ട് കണക്കാക്കുന്നത്. അതേപോലെ അദ്ദേഹം ധാരാളം നിർമ്മിതികൾ ഉണ്ടാക്കുന്നു. ഒരുപാട് കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം തന്നെ അദ്ദേഹം നിർമ്മിക്കുന്നു. ഹസാര രാമസ്വാമി ക്ഷേത്രം, വിത്തലസ്വാമി ക്ഷേത്രം, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു, നിർമ്മിക്കുകയും അവയ്ക്കെല്ലാം തന്നെ ഗോപുരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അദ്ദേഹം ഒരു സാഹിത്യകാരൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള 2 കൃതികൾ പറയുന്നു. ആദ്യത്തെ കൃതി അമുക്ത മാല്യത, അത് തെലുങ്കിലാണ് രചിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കൃതിയാണ് സംസ്കൃതത്തിൽ രചിച്ച ഉഷ പരിണയം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കൃതികൾ. അപ്പോൾ അങ്ങനെ കൃഷ്ണദേവരായരെ കുറിച്ച് കുറച്ച് വരികൾ എഴുതുക. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് രക്ഷസി തങ്കടി യുദ്ധം. 1565 അദ്ദേഹത്തിൻ്റെ ഡെക്കാൻ സുൽത്താന്മാരും ഇദ്ദേഹത്തിൻ്റെ സൈന്യവും തമ്മിൽ തളിക്കോട്ടയിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുകയും അതിലെന്ത് ചെയ്യുന്നു, വിജയനഗര സൈന്യം ദയനീയമായിട്ട് പരാജയപ്പെടുകയും ചെയ്യുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭരണം താൽക്കാലികമായിട്ട് അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കൃഷ്ണദേവരായരെ കുറിച്ച് അവിടെ അന്നങ്ങനെ എഴുതിയിട്ട് പിന്നീട് നമുക്ക് അവിടെ രാജകീയ കേന്ദ്രം, വിജയനഗരത്തെ രാജകീയ കേന്ദ്രത്തിനെ കുറിച്ചാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ് രാജകീയ കേന്ദ്രം? രാജകീയ കേന്ദ്രം എന്ന് പറഞ്ഞാൽ വിജയനഗരത്തിൻ്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 60ലേറെ ക്ഷേത്രങ്ങളുണ്ടായിരുന്ന പ്രദേശമായിരുന്നു ഈ രാജകീയ കേന്ദ്രമെന്നറിയപ്പെടുന്നത്. അവിടെ 30ഓളം കൊട്ടാരങ്ങളുണ്ടായിരുന്നു. ഇവിടുത്തെ കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും
അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസമെന്ന് പറയുന്നത് ക്ഷേത്രങ്ങൾ ഉറപ്പുള്ള കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കാലക്രമത്തിൽ നശിച്ചു പോകാനുള്ള വസ്തുക്കൾ നിർമ്മിച്ചു എന്നുള്ളതാണ്. അതായത് അദ്ദേഹം ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു, വിജയനഗരത്തെ രാജകീയ കേന്ദ്രങ്ങൾ കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും കാണുന്നുണ്ട്. ക്ഷേത്രങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് അഥവാ ആരാധനാലയങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഉറപ്പോടു കൂടിയിട്ടുള്ള കല്ലുകൾ കൊണ്ടാണ്. അതായത് ഒരുപാട് നൂറ്റാണ്ടുകളോളം നിലനിൽക്കാൻ പാകത്തിലുള്ള നല്ല ഉറപ്പ് കൂടിയിട്ടുള്ള നിർമ്മാണ സാമഗ്രികളാണ് ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ അതേസമയം മറ്റ് നിർമ്മാണങ്ങൾക്ക്, കൊട്ടാരങ്ങളാകാം അല്ലെങ്കിൽ മറ്റ് താമസ സ്ഥലങ്ങളാകാം, അത്തരത്തിലുള്ള നിർമ്മാണങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, കാലക്രമത്തിൽ നശിച്ചു പോകാനിടയുള്ള വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ ഒരു വ്യത്യാസം അവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നിർമ്മിതിയായിട്ട് പറയുന്നതാണ് മഹാനവമി ദിബ്ബ. രാജാവിൻ്റെ കൊട്ടാരമാണ് രാജകീയ കേന്ദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ കൊട്ടാര സമുച്ചയം, ഏറ്റവും വലിയ കെട്ടിടം തന്നെ. അതിന് 2 പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിനെയാണ് നമ്മൾ ഈ മഹാനവമി ദിബ്ബ എന്നതുകൊണ്ട് അറിയുന്നത്. ആദ്യത്തേത് ശ്രോതാക്കളുടെ ഒരു ഹാൾ, അതുപോലെ മഹാനവമി ദിബ്ബ എന്നുള്ള 2 ഭാഗങ്ങളാണുള്ളത്. രാജാവിൻ്റെ കൊട്ടാരത്തിന് 2 ഭാഗങ്ങളുണ്ട്. ആദ്യത്തേത് ശ്രോതാക്കളുടെ ഹാൾ, 2 മഹാനവമി ദിബ്ബ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രോതാക്കളുടെ ഹാൾ എന്ന് പറയുന്നത് ഒരു ഉയർന്ന പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമിന് എന്തെങ്കിലും തൂണുകൾ ഉറപ്പിക്കാൻ പാകത്തിൽ ദീർഘങ്ങളായ കുഴികളുണ്ടായിരുന്നു. ഈ തൂണുകളിൻ്റെ മുകളിലാണ് 2ാം നില നിർമ്മിക്കുന്നത്. 2ാം നിലയിലേക്ക് പോകാൻ പ്രത്യേകമായിട്ട് ഗോവണികൾ പോലെയുള്ള സൗകര്യങ്ങൾ ആ കാലഘട്ടത്തിൽ തന്നെ ചെയ്തിരുന്നു. ഒരുപാട് ആളുകൾക്ക് ഒരേ സമയം പരിപാടികൾ വീക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അത്. മഹാനവമി, അതുപോലെ നിരവധി ചടങ്ങുകൾ, വിഗ്രഹാരാധന, രാജാവിൻ്റെ കുതിരയെ ആരാധിക്കൽ, മൃഗങ്ങളെ ബലി കഴിപ്പിച്ചുകൊണ്ടുള്ള യാഗങ്ങൾ, ധാരാളം നൃത്യങ്ങൾ, ഗുസ്തി മത്സരങ്ങൾ, ആന, രഥം, കുതിര എന്നിവയെ അലങ്കരിച്ചുകൊണ്ടുള്ള പ്രകടനം, ഇതെല്ലാം തന്നെ മഹാനവമിയുടെ ഭാഗമായിട്ട് ഈ പ്രദേശത്ത് നടക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതും അവിടുത്തെ എന്ത് ചെയ്യുന്നു, രാജകീയ കേന്ദ്രങ്ങളായിട്ട് എഴുതാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു കാര്യം ഇവരുടെ ഭരണം. ഇവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. നായകന്മാരും അമരനായകന്മാരും എന്നാണ് അതറിയപ്പെടുന്നത്. അതും നമുക്ക് എസ്സേ ചോദ്യമായതുകൊണ്ട് ഇവിടെ നമുക്ക് അതും പരാമർശിക്കാൻ സാധിക്കും. നായകന്മാരും അമരനായകന്മാരും. നായകന്മാരെന്ന് പറയുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട രാജകീയ കേന്ദ്രത്തിലുണ്ടായിരുന്ന വ്യക്തികളാണ് നായകന്മാർ. സൈനിക മേധാവികളായിരുന്നു, കോട്ടകൾ നിയന്ത്രിച്ചിരുന്നു, ആയുധധാരികളായ അനുയായികളുടെ പിന്തുണ ഉണ്ടായിരുന്നു. അവർ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കുകയില്ല, നിരന്തരമായിട്ട് താമസ സ്ഥലം മാറിക്കൊണ്ടിരുന്നു. ഇവർ ഇങ്ങനെ സ്ഥലം മാറുമ്പോൾ അവരുടെ കൂടെ കർഷകർ അവരുടെ അനുഗമിച്ചിരുന്നു. ഇവർ വിജയനഗര രാജാക്കന്മാരെ അംഗീകരിച്ചിരുന്നു. തെലുങ്കോ കന്നഡയാണ് സംസാരിക്കുന്നത്. അപ്പം അമരനായകന്മാർ സൈനിക മേധാവികളായിരുന്നു. അമരത്തിൻ്റെ ഭരണം നിർവഹിച്ച ആളുകൾ എന്നുള്ള നിലയ്ക്കാണ് അവരെ അമരനായകന്മാർ എന്ന് വിളിക്കുന്നത്. അവർക്ക് എന്ത് ചെയ്യുന്നു, രാജാവ് ചില ഭൂമി ഭരിക്കാനായിട്ട് നൽകും. അങ്ങനെ നൽകുന്ന ഭൂമിയാണ് അമരം. ഈ അമരം ഭൂമി ആരാണോ ഭരിക്കുന്നത്, അതായത് അമരത്തിൻ്റെ നായകൻ, അതാണ് അമരനായകൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതാണ് നായകന്മാർ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം. അതിനെ തുടർന്ന് എന്ത് ചെയ്യുന്നു, പിന്നീട് അവർക്ക് എന്ത് ചെയ്യുന്നു, 2ാമത്തെ ഒരു വിഭാഗമുണ്ടായിരുന്നു. അമരനായകന്മാരും ഈ നായകന്മാരും എന്ന് പറയുന്ന 2 വിഭാഗം. അപ്പോൾ നായകന്മാരെന്ന് പറയുന്നത് കൊട്ടാരത്തിലുണ്ടായിരുന്ന ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് എന്ത് ചെയ്യുന്നു, ഭൂമി ഭരിക്കാനായിട്ട് കിട്ടുന്നു. അതിനെ നമ്മൾ അമരം എന്നാണ് ആ ഭൂമിയെ പറയുന്ന പേര്. ആ ഭൂമി ആർക്കാണോ കിട്ടുന്നത് അവരെ നമ്മൾ അമര നായകന്മാരെന്ന് പറയും. അപ്പോൾ ഇവിടെ എസ്സേ ചോദ്യമായതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട്, വിജയനഗര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും അവിടെ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. എന്നിട്ട് അവസാനം എന്ത് ചെയ്യുന്നു, അത് നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യണം. തെക്കേ ഇന്ത്യയിലുണ്ടായിരുന്ന ഏറ്റവും പ്രശസ്തമായ ഒരു സാമ്രാജ്യമായിരുന്നു വിജയനഗര സാമ്രാജ്യം. കൃഷ്ണദേവരായ പോലുള്ള ഒരുപാട് ആളുകളുടെ ഭരണം മൂലം ഈ സാമ്രാജ്യം വളരെ പ്രശസ്തി ആർജിച്ചിരുന്നു. ഇന്നത്തെ കർണാടകയിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ ഹംപിയിലാണ് ഇതിൻ്റെ തലസ്ഥാനം ഉണ്ടായിരുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശക്തമായിരുന്ന, ഏറ്റവും അറിയപ്പെട്ടിരുന്ന, സമ്പന്നമായിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു വിജയനഗര സാമ്രാജ്യം. ഒരുപാട് പ്രദേശം വിസ്തൃതി കൂടിയിരുന്ന ഒരു വലിയ സാമ്രാജ്യം തന്നെയായിരുന്നു വിജയനഗര സാമ്രാജ്യം. ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് ആ കാലഘട്ടത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. വിവിധ ജനവിഭാഗങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്ന, ഒരുപാട് ഭരണകർത്താക്കൾ ഭരിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയായിരുന്നു വിജയനഗര സാമ്രാജ്യം. അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അതൊന്ന് കൺക്ലൂഡ് ചെയ്യണം, ഒരു അവസാനിക്കുക കൂടിയും വേണം. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു, 2ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്കങ്ങനെ ഒന്ന് അവസാനിപ്പിക്കാൻ പറ്റും. ഏറ്റവും അവസാനത്തെ ചോദ്യം, 31ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധി വഹിച്ച പങ്ക് വിശകലനം ചെയ്യുക. നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു അധ്യായമാണ് 11ാമത്തെ അധ്യായം, മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും. നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു അധ്യായമാണ് മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനം എന്നുള്ളൊരു അധ്യായം. മിനിമം 8 മാർക്ക് നമുക്ക് ഈ ഒരു അധ്യായം പഠിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. മിനിമം 8 മാർക്ക് സ്ഥിരമായിട്ട്
എസ് വരുന്ന ഒരു ഭാഗമാണ് മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് എസ് എഴുതേണ്ടത്. ആദ്യം മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഒരു ചെറിയ പാരഗ്രാഫ് എഴുതുക. അദ്ദേഹം ഗുജറാത്തിലെ പോർബന്ദറിലാണ് ജനിച്ചത്. അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നു. പിന്നീട് കുറേ കാലം അവിടെയാണ് ജീവിക്കുന്നത്. പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ വരികയും ഇന്ത്യയിലുണ്ടായിരുന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് 3 മേഖലകളാണ് പരാമർശിക്കാൻ വേണ്ടത്: നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. അപ്പോൾ അതിനു മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം ചമ്പാരനിൽ സമരം നടത്തുന്നുണ്ട്, ഗേഡയിൽ സമരം നടത്തുന്നുണ്ട്, അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതെല്ലാം തന്നെ പ്രാദേശിക സമരങ്ങളായിരുന്നു. ഇവിടെ നോക്കുമ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ, ഇത് 3 എന്ത് ചെയ്യുന്നു? അദ്ദേഹം നടത്തിയിട്ടുള്ള ബഹുജന പ്രക്ഷോഭങ്ങളാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ദേശീയ സമരത്തിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യ ഒട്ടാകെ നടത്തിയിട്ടുള്ള സമരങ്ങളാണ് നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. നിസ്സഹകരണ പ്രസ്ഥാനം നടക്കുന്നത് 1921 2021 കാലഘട്ടത്തിലാണ് നിസ്സഹകരണ പ്രസ്ഥാനം നടക്കുന്നത്. 20കളിലാണ് അത് ആരംഭിക്കുന്നത്. പിന്നീട് എന്ത് ചെയ്യുന്നു? 21 അതിൻ്റെ ഏറ്റവും ഉയർന്ന മേഖലയിലേക്ക് എത്തുന്നു. പക്ഷേ 22 എന്ത് ചെയ്യുന്നു? ചൗര എന്ന് പറയുന്ന സംഭവത്തോടു കൂടി അദ്ദേഹം നിർത്തിവെക്കുന്നു. അപ്പോൾ ഈ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാനുള്ളൊരു സാഹചര്യമൊക്കെ കൃത്യമായി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. 1919 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ പുതിയൊരു നിയമം പാസ്സാക്കുന്നു, റൗലത്ത് നിയമം. ആ നിയമവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു? ഏതൊരു ഇന്ത്യക്കാരനെയും ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ എത്ര കാലം വേണമെങ്കിലും തടങ്കിൽ വെക്കാനുള്ള അധികാരം നൽകുന്ന നിയമമായിരുന്നു ഈ നിയമം. അതിനെതിരെ ഇന്ത്യ ഒട്ടാകെ പ്രതിഷേധ പരിപാടികൾ ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവം അരങ്ങേറുന്നു. ജാലിയൻ വാലാബാഗ് 1919 അതിനുശേഷമാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നതും. അത് ബ്രിട്ടീഷുകാരോട് ഒരു തരത്തിലും സഹകരിക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു ഗാന്ധിജി അവിടെ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ. ബ്രിട്ടീഷുകാർക്കെതിരെ ഗാന്ധി നടത്തിയിട്ടുള്ള ആദ്യത്തെ ബഹുജന സമരമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സമരം ചമ്പാരനാണ്. എന്നാൽ അത് ചമ്പാരൻ എന്ന് പറയുന്ന ഒരു പ്രാദേശികമായിട്ടുള്ള സ്ഥലത്ത് മാത്രം എന്ത് ചെയ്യുന്നു? ഒതുങ്ങി നിന്നിരുന്നു. എന്നാൽ നിസ്സഹകരണ പ്രസ്ഥാനം അങ്ങനെയല്ല. ഇന്ത്യ ഒട്ടാകെ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഏറ്റെടുക്കുകയും അതൊരു വലിയ ബഹുജന സമരമായിട്ട് എന്ത് ചെയ്യുന്നു? അത് മാറുകയും ചെയ്യുന്നു. അവിടെ അദ്ദേഹം ചില ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണണം, സ്വരാജ്യ സ്വദേശി പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കണം, ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ബഹിഷ്കരിക്കണം, ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കണം, നികുതി നൽകാതിരിക്കണം. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നു. എന്നാൽ എന്ത് ചെയ്യുന്നു? അധികകാലം ഈ സമരം നീണ്ടുപോയില്ല. 1922 എന്ത് ചെയ്യുന്നു? ഫെബ്രുവരി 5 ചൗരി ചൗര എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നു. ഇന്ത്യയിലെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു റാലി നടക്കുന്ന സമയത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർക്ക് നേരെ വെടിവെച്ചു എന്ന് പറഞ്ഞിട്ട് ആ പോലീസ് സ്റ്റേഷൻ എന്തുണ്ടെന്നു? അഗ്നിക്കിരയാക്കുന്നു. അതിൽ ഏകദേശം 22ഓളം ആളുകൾ മരണപ്പെടുന്നു. കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ 21 പോലീസ് ഉദ്യോഗസ്ഥരെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഗാന്ധിജിയുടെ ആശയമെന്ന് പറഞ്ഞാൽ അഹിംസയും അതുപോലെ തന്നെ സത്യാഗ്രഹവുമായിരുന്നു. അഹിംസയിൽ നിന്ന് മാറി ഇന്ത്യയിലെ ജനങ്ങൾ ചിന്തിച്ചത് കൊണ്ട് ഗാന്ധിജി എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ സമരം അഥവാ നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി 1922 അവസാനിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് അദ്ദേഹം നടത്തിയ പ്രധാനപ്പെട്ട സമരമാണ് ഉപ്പു സത്യാഗ്രഹം. 1930 ഉപ്പു സത്യാഗ്രഹം. അതിൻ്റെ മറ്റൊരു പേരാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. അദ്ദേഹം സിവിൽ നിയമങ്ങളാണ് അവിടെ ലംഘിക്കുന്നത്. നിയമങ്ങൾ 2 തരത്തിലാണ്, സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും. ഇവിടെ സിവിൽ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ നികുതി ഉൾപ്പെടെയുള്ള നിയമങ്ങളാണ് നമ്മൾ സിവിൽ നിയമങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത്തരം എന്ത് ചെയ്യുന്നു? സിവിൽ നിയമങ്ങൾ ലംഘിച്ചത് ഉപ്പിന് വരെ നികുതി ബ്രിട്ടീഷുകാരെന്ത് ചെയ്യുന്നു? ഏർപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ഗാന്ധിജി ഉപ്പ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? ആ നിയമം ലംഘിക്കുന്നു. അതുകൊണ്ടാണ് അതിന് ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഗാന്ധിജി എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ ദണ്ഡി യാത്ര നടക്കുന്നത് ഈ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. 1930 മാർച്ച് 12 ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ദണ്ഡി യാത്ര ആരംഭിക്കുന്നത്. മാർച്ച് 12 ആരംഭിച്ച് ഏപ്രിൽ 6 എന്ത് ചെയ്യുന്നു? സബർമതിയിൽ എന്ത് ചെയ്യുന്നു? ഈ യാത്ര അവസാനിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പുണ്ടാക്കുകയും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ നിയമം ലംഘിക്കുകയും ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു? അറസ്റ്റ് ചെയ്യുന്നു. എല്ലാ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ് ആ സമരം എന്ത് ചെയ്യുന്നു? അടിച്ചമർത്തുന്നു. ഏറ്റവും അവസാനമായിട്ട് ഗാന്ധി നടത്തിയ സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ക്വിറ്റ് ഇന്ത്യ സമരം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളതായിരുന്നു ഗാന്ധിജി ഇതിന് നൽകിയ മുദ്രാവാക്യം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധി നടത്തിയിട്ടുള്ള ഏറ്റവും അവസാനത്തെ ബഹുജന സമരം കൂടിയാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഇന്ത്യയിലുണ്ടാകുന്നു.
അപ്പോൾ ഇങ്ങനെ 3 മേഖലകളാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്: നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. അപ്പോൾ ഈ ഒരു അധ്യായം 11ാമത്തെ അധ്യായം എന്ന് പറയുന്നത് വളരെ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു അധ്യായമാണ്, ഗാന്ധിജിയും ദേശീയ പ്രസ്ഥാനവും. അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചോദ്യങ്ങൾ വരാം. എസ്സേ ആയിട്ട് തന്നെ മിക്കവാറും ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അവസാനം എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞതുപോലെ ഇതിനെല്ലാം ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നു. ഗാന്ധിജി ഇന്ത്യയിൽ വിവിധ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഇങ്ങനെയുള്ള സമരങ്ങളുടെ പേരുകൾ പറയാം. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ തന്നെ ഏറ്റവും ശക്തമായ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി പ്രയത്നിച്ച പ്രഗത്ഭനായ വ്യക്തിയായിരുന്നു ഗാന്ധിജി. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് അദ്ദേഹത്തിന് ജീവൻ വരെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു എസ്സേ അവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ എസ്സേ ചോദ്യങ്ങൾ എഴുതുന്ന സമയത്ത് നമുക്ക് പരമാവധി നിങ്ങളുടെ എല്ലാ അറിവും നിങ്ങൾക്ക് എസ്സേ ചോദ്യങ്ങളിൽ പ്രയോജനപ്പെടുത്താം. അത് നമുക്ക് ചോദിച്ചത് എന്താണോ അതിന് കൂടുതൽ പ്രാധാന്യം നൽകാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് മാത്രം. അവിടെ ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് ഓരോ സൂചനകൾ നൽകിയിട്ടുണ്ട്. ആ സൂചനകൾ വെച്ചിട്ട് വേണം നമ്മൾ എസ്സേ എഴുതാൻ. പിന്നെ അതേസമയം അതിനൊരു ആമുഖം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഒരു അവസാന ഭാഗമായിട്ട് ചെറിയൊരു നിഗമനവും നിങ്ങൾ നൽകേണ്ടത്. ഇങ്ങനെയാണ് നമുക്ക് എസ്സേ ചോദ്യങ്ങൾ എഴുതാനുള്ളത്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട അധ്യായമാണ് 11ാമത്തെ അധ്യായം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയുടെ പങ്ക്. സ്ഥിരമായിട്ട് നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ചോദ്യമാണ് ഗാന്ധിജിയും ദേശീയ പ്രസ്ഥാനം എന്നുള്ളത്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചോദ്യ പേപ്പർ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് മറ്റൊരു ചോദ്യ പേപ്പറായിട്ട് എന്ത് ചെയ്യുന്നു, മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.